ഇടതുമുന്നണി പ്രവർത്തകരുടെ വോട്ടുകൾ വാങ്ങി വിജയിച്ച സൗമ്യ അനിൽ മുന്നണിയെ വഞ്ചിച്ചതായി അടിമാലി പഞ്ചായത്ത് LDF ജനപ്രതിനിധികൾ ആരോപിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജിത ആർ നൽകിയ പരാതിയെ തുടർന്നാണ് കമ്മീഷൻ നടപടി സ്വീകരിച്ചതെന്ന് പഞ്ചായത്ത് അംഗം CD ഷാജി പറഞ്ഞു. ജനാധിപത്യം സംരക്ഷിക്കുന്നതിനുള്ള ജനങ്ങളുടെ പോരാട്ടത്തിന്റെ വിജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2021 അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളോടൊപ്പം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ പ്രയത്നവും ഇടതുപക്ഷ അനുഭാവികളായ ജനങ്ങളുടെ വോട്ടുകളും വാങ്ങി പഞ്ചായത്ത് മെമ്പറായ ശ്രീമതി സൗമ്യ അനിൽ ഈ മുന്നണിയെയും അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പാർലമെൻ്ററി പാർട്ടിയെയും വഞ്ചിച്ചുകൊണ്ട് UDF പാളയത്തിലേക്ക് കടന്നു പോവുകയും അവിഹിതമായ മാർഗങ്ങളിലൂടെ പ്രസിഡൻ്റായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടത്തിയ സുപ്രധാനമായ വിധിയിലൂടെ സൗമ്യ അനിലിനെ അയോഗ്യയാക്കിയത്. തീർച്ചയായും ഇത് ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ജനങ്ങളുടെ പോരാട്ടത്തിൻ്റെ വിജയമാണ്. സൗമ്യ അനിലിനെതിരായി അടിമാലി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡംഗം കുമാരി രഞ്ജിത ആർ നൽകിയ തിരഞ്ഞെടുപ്പ് പെറ്റീഷനിലാണ് ഈ തീരുമാനം കമ്മീഷൻ കൈക്കൊണ്ടിട്ടുള്ളത്.